സിനിമാ രംഗത്ത് നിന്നുള്ളവർ ഇത്തവണയും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എന്നാൽ ആദ്യമായി സിനിമാ രംഗത്ത് നിന്ന് മത്സരിച്ചത് പ്രശസ്തനായ സംവിധായകൻ രാമു കാര്യാട്ടാണ്. വിജയിച്ചുവെങ്കിലും അദ്ദേഹം MLA ആയില്ല. രാമു കാര്യാട്ട് മാത്രമല്ല, 1965 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആരും MLA-മാരായില്ല. രാമു കാര്യാട്ടിനെ മത്സരിക്കാൻ പ്രേരിപ്പിച്ചവരിൽ പ്രധാനിയായ അടൂർ ഭാസി അടക്കമുള്ള സിനിമാ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമെത്തി. നീലക്കുയിൽ, ചെമ്മീൻ, നെല്ല്, ദ്വീപ് തുടങ്ങി ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച രാമു കാര്യാട്ട് തൃശൂർ ജില്ലയിലെ നാട്ടിക മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. ചെമ്മീൻ സിനിമ ചിത്രീകരിച്ചതും നാട്ടിക കടപ്പുറത്തായിരുന്നല്ലോ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. CPI-യും CPM-ഉം പരസ്പരം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ രാമു കാര്യാട്ട് ഇരു പാർട്ടികളുടെയും പിന്തുണയുള്ള ഇടതു സ്വതന്ത്രനായി. പ്രചാരണ തുടക്കത്തിന് സിനിമയിലെ പ്രശസ്തരെല്ലാവരും എത്തി. ഉദ്ഘാടകൻ അടൂർ ഭാസി മൈക്കെടുത്ത് സ്വതസിദ്ധ ശൈലിയിൽ പ്രസംഗം തുടങ്ങി. സിനിമാ രംഗത്ത് നീലക്കുയിലിനെയും കയ്യിലേന്തി ചെമ്മീനും നെല്ലും കച്ചവടം ചെയ്ത് ദ്വീപിൽ അഭയം തേടിയ രാമു കാര്യാട്ട് അവിടെയെല്ലാം ആധിപത്യം നേടി. പൊതുപ്രവർത്തന വേദിയിൽ അശ്വമേധം നടത്തി മുടിചൂടാ മന്നനായി പ്രശോഭിക്കാൻ ഇതാ രാമു കാര്യാട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചേർന്ന തല മത്തങ്ങ തലയാണെന്ന് വിവരദോഷികൾ പറയും. എന്നാൽ വിവരമുള്ള ഞാനിതാ പറയുന്നു, അത് നിറച്ചും കുരുവാണ്, ബുദ്ധിയാകുന്ന കുരു. ഇങ്ങനെയുള്ള കാരാട്ടിനെ സിനിമയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതിലാണ് ഞങ്ങൾക്കൊക്കെ വിഷമം. പക്ഷെ എന്തു ചെയ്യാം, നിങ്ങൾ അദ്ദേഹത്തെ ഗുരുവായൂർ കേശവനെ പോലെ എഴുന്നള്ളിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണല്ലോ. ഫലം വന്നപ്പോൾ അടൂർ ഭാസിയുടെ പ്രവചനം യാഥാർത്ഥ്യമായി. രാമു കാര്യാട്ട് 3286 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി VK കുമാരനെ പരാജയപ്പെടുത്തി. എല്ലാ പാർട്ടികളും തനിച്ചു മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലായിരുന്നതിനാൽ നിയമസഭയെ ചേർന്നില്ല. ഭാസിയുടെ ഗുരുവായൂർ കേശവന് നിയമസഭ കാണാനും കഴിഞ്ഞില്ല.